ഗൈസ് ഇതിലൊരു ഗെയിം പ്ലേ വിടുകയാണ് ഗൈസ്. അപ്പോൾ ഞാനൊരു റൂം മാച്ച് ഇട്ടിട്ടുണ്ട്. ഓപ്പോസിറ്റ് 2 പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്. എന്നുവെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, വേറെ ഒരുത്തനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനാണെങ്കിൽ ഒരു ബഗ് അടിച്ചിരിക്കണമായിരുന്നു. അപ്പോൾ 300 രൂപ മാത്രം കിട്ടുള്ളൂ പൈസ. ഞാൻ 900 രൂപ ഇട്ടിരുന്നതാണ്. 900 അല്ല, 9000 രൂപ ഇട്ടിരുന്നതാണ്. പൈസ ഇത്രയും കിട്ടിയുള്ളൂ ഗൈസ്. ഫസ്റ്റ് ടൈം മരനെ കൊണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സ്കിപ്പ് ഇവിടെ ഒരു നല്ലൊരു കളി ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. എടുത്തിട്ടുള്ള വീട്ടിലെ പണ്ടത്തെ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം കളിക്കുന്ന കളി വെച്ച് പണ്ടത്തെ കളി ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കളി എടുത്തിട്ടത്. ആ വീട്ടിൽ അപ്പോൾ ഒരു റൗണ്ട് ആയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇവിടെ ഇവനെ നോട്ടിട്ട് തന്നെ ഞാൻ തിരിച്ച് ഒരെണ്ണം കൊടുക്കാം എന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു. കളിയും ഡെസേർട്ടില്ല ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഡെസേർട്ടിൽ കിട്ടത്. അപ്പം ഞാൻ ഈ സംഭവം വഴി അങ്ങോട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് എത്താലോ. അപ്പോൾ അവൻ 107ൻ്റെ കാര്യം നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവന് ഡാമേജ് വരുന്നത് 50 കഴിയുള്ളൂ. പിടിച്ചടിക്കണം. പക്ഷെ ഞാൻ ഇട്ട് കൊടുക്കും. അപ്പോൾ സാധനം പൊക്കാണ്. ഞാൻ വീഴ്ച പറഞ്ഞു. ഞാൻ 2 സമനിലയാണ്.
ഞാൻ ഈ കളിയിലും ഡെസേർട്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ കളിയിലെ ഡെസേർട്ടുകൾ തന്നെ എടുത്തിട്ട് അവന്മാരെ തട്ടാനാണ് പ്ലാൻ. നടക്കുമെന്നറിയില്ല ഗൈസ്. ഞാൻ അങ്ങോട്ട് പോകണേ. എനിക്ക് ഓപ്പൺ പ്ലേസിൽ വന്ന് ഫൈറ്റ് ചെയ്യുന്നില്ല. ഉമ്മാരുടെ പ്രശ്നം അതാണ്, ഓപ്പൺ പ്ലേസിൽ വന്ന് ഫൈറ്റ് ചെയ്യില്ല. ഞാനാണെങ്കിൽ ഓപ്പൺ പ്ലേസിൽ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവനാണെങ്കിൽ മറ്റേ പീക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ. ഓപ്പൺ പ്ലേസിലല്ല ഗൈസ് മര്യാദക്കൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ DRV നല്ല അടിയിട്ട് നിങ്ങൾ കൂട്ടിയിട്ട് തന്നെ എന്നെ കുടുക്കി. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കും. ഇല്ല, കുടിക്കോ ഞാൻ തട്ടിയിട്ട് അതേ പൊക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കവറിട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പൊക്കാതിരിക്കാനുണ്ട്. മെമ്മേറ്റ് എടുത്താലൊന്ന് ആലോചിക്കണേണ്. പൈസ കിഴുമാരനല്ലേ ഓക്കേനാണ് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ അതിനുള്ളത് ഞാൻ കൊടുക്കണമുണ്ട്. നല്ല പ്ലേസ് ആണ്. ഓപ്പോസിറ്റ് ഒരു മാസ്റ്റർ പ്ലെയറും ഒരു എലൈറ്റ് ഹീറോയൊക്കെ അടിച്ച പ്ലേയേഴ്സാണ്. യെസ്, ഇവന്മാർക്ക് കളിക്കുക അറിയാത്ത എൻ്റെ പ്രശ്നമല്ല. അവന്മാരുടെ ഡാമേജ് ഒക്കെ എൻ്റെ ഡാമേജ് നോക്ക്. ഒരുത്തന്നെ ഡാമേജ് ഒന്നും അടിച്ചിട്ട് പോലുമില്ല. ഞാനിവിടെ ഹെഡ് കൊടുത്തിട്ട് പക്ഷെ ഇവിടെ വേറെ സീസൊന്നും നടക്കുന്നത് സോണിപ്പെട്ടാണെങ്കിൽ ആവുന്നത്. ലാസ്റ്റ് സോണിപ്പെട്ട് കണ്ട ചത്തിട്ടുണ്ട്. 4-2 അപ്പം അടുത്താണ് M80 മുഡ്പെക്കറും ഡെസേർട്ടാണ് എടുത്തേക്കണേ. ഇപ്പം ഒരു ഫുൾ എടുത്ത് വെക്കാൻ നോക്കിയിട്ടുണ്ട്. എനിക്കവിടെ കവർ എടുത്തിട്ട് പൊക്കാൻ വേണ്ടിയിട്ട് കവർ എടുത്തിട്ട് ഞാൻ മണ്ടൊക്കെ കയറി ചാടിയിട്ടുണ്ട്. അപ്പം ഒന്ന് ഞാൻ അങ്ങനെ ചെയ്ത് ഒരു 61 ഹെഡ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കയറുന്നില്ല. ഇവിടെ ഒരു മാസ്റ്ററിന്റെ ഇമോട്ട് അണ്ണാക്കി തല്ലി കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേസ് എനിക്ക് വയ്യ, അതുകൊണ്ടാണ് തുമ്മലാണ്, അതുകൊണ്ടാണ് സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത്. അതിന് പറയാത്തത് അതുകൊണ്ടാണ്. ഹെഡ് കൊടുത്തിട്ട് മറ്റേ കാത്തൂരി നോക്കുന്നുണ്ട്. ഫ്രണ്ടാണ് കേസ് ബെസ്റ്റ്.
ചെക്ക കളിക്കുമെന്ന് പറഞ്ഞാൽ അത്ര കളിയൊന്നും ഇല്ല. എന്നാലും അടുത്തവനെ പിടിക്കാൻ പോയിട്ടുണ്ട്. റൂം കളിച്ചപ്പോൾ പ്ലേ ഇടാന്ന് വിചാരിച്ചാണ് ഞാൻ. അവനെ പൊക്കി കുറച്ച് ഇപ്പം പൊക്കി. ഫുൾ റെഡ് നോക്കിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ 6-2 3-7-3 ഞാൻ തോപ്പിച്ചത്. ശരി എന്ന് വെച്ചാൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി ഇവിടെ. എനിക്ക് പറ്റിയ ഒരു വലിയ മിസ്റ്റേക്ക്. ഈ സാധനം എനിക്കില്ലേ, ഈ പറക്കണ സാധനം പെട്ടെന്ന് എത്താൻ പറ്റും. പക്ഷെ ഈ സാധനം ഇതിൻ്റെ ഉപയോഗക്കേട് എന്താന്ന് വെച്ചാൽ നമ്മൾ ഫൈറ്റ് കഴിക്കുമ്പോൾ ഇത് കയറി ഇങ്ങോട്ട് വരും. അതാണ് ഇതിൻ്റെ ഉപയോഗക്കേട്. ഈ ഒരു സംഭവത്തിനാണ് ഇപ്പൊ ചത്തുന്നേ. എനിക്കിത് CS-ലോ അതെ, എല്ലാത്തിലും അത് എനിക്കിഷ്ടമല്ല. BR-ലോ അതെ, CS-ലോ അതെ, റൂമിലോ അതെ. ഇവിടെ 2 രൂപ എന്നിട്ട് തന്നിട്ട് ആപ്പൊക്കെ കൊടുക്കാറുണ്ടെങ്കിൽ ഇമാര് കുത്തിപ്പിടിച്ചാണ് കേസ് പറയുന്നത്. കേറേണ്ടതുണ്ടായിരുന്നു. ഉണ്ടോ ഈ സാധനം മോനെ, ഒന്നും പറയുന്നില്ല. ഉണ്ടാ ഗെറ്റ് ഓഫ് അടിച്ചാലും കാണുള്ള ചാടി കണ്ടോ. ദീപ്പെട്ടി ഞാൻ ചത്ത്. ഈ ഒരു കളിയാണ് കാണാനുള്ളത്. ഒബ്സർവേറ്ററിലാണിത്. ഒരു ഫുള്ളോട് കീഴിലൊരു ഷോട്ടിന് കിട്ടുന്നത്. എന്നിട്ട് എന്നെ വിളിച്ചാടിയൊക്കെ അടുത്തവനെ പിടിക്കാൻ പോയി. അറിയാതെ കമന്റ് കിട്ടാം. അത്ര വലിയ വിളയൊന്നുമില്ല. അവനെയും കൂടെ തട്ടിയിട്ട് അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരുണ്ട്.